ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. അപ്പോൾ എല്ലാ കുട്ടികളും പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ട് വേണം പാർട്ട് 3 കാണാൻ. SSLC ICT ചാപ്റ്റർ 1ന്റെ ഇങ്ക്സ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം വേണം ഈ പാർട്ട് 3 കാണാൻ. അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ചാപ്റ്റർ ഫിനിഷ് ആവും. സിമ്പിളായിട്ട് 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പ് തരാം. ഇതേ മോഡലിൽ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, ഇതേ മോഡലിലെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സംഭവം ഇതൊക്കെ തന്നെ. ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ വരച്ചൊരു ട്രാഫിക് സിഗ്നലും ഒക്കെ എല്ലാവർക്കും അറിയത്തില്ല. ഇത് ചെയ്ത് പാർട്ട് 2 ചെയ്ത് നോക്കുന്നവർക്ക് അത് ട്രാഫിക് സിഗ്നലിൻ്റെ ബോർഡൊക്കെ ചെയ്യാൻ, സൈൻ ബോർഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡിയൻറ്റ് ടൂളിൻ്റെ യൂസ് ആയിട്ടുള്ള ബാള് 3D ബാള് എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് ചോദിക്കും. ഇതാ നോക്കോ, ഒരു സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ബോൾ ഷേപ്പിലാക്കിയത്. ആ ബോളിന് ഷാഡോ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ മൂന്നാമത്തെ പാർട്ടിൽ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് മിനിമൈസ് ചെയ്തിട്ട് ഇങ്ക്സ്കേപ്പിലേക്ക് പോകാം. ഇങ്ക്സ്കേപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. സെർച്ച് ചെയ്ത് ഇങ്ക്സ്കേപ്പ് എടുക്കുക. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ ഡോക്യുമെൻ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ, എലിപ്സ് ആൻഡ് ആർക്ക് എന്നുള്ള ഈ ഒരു ടൂള് യൂസ് ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൺട്രോൾ കീ പ്രസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ കറക്റ്റ് ഫുൾ റൗണ്ടിൽ നമുക്കൊരു സർക്കിൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തു വെച്ച സർക്കിളിന് ഞാനൊരു ഡാർക്ക് കളർ, ഒരു ബ്ലൂ കളർ പോലെ ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്തു. ഈ ബ്ലൂ അല്ല, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുള്ള ഇത് തന്നെ. ഓക്കെ, ഇത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രേഡിയൻറ്റ് ടൂള് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ, അതിൻ്റെ മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനൊരു ഗ്രേഡിയൻറ്റ് ടൂൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഗ്രേഡിയൻറ്റ് ടൂള്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് നടക്കുന്നത്. ഗ്രേഡിയൻറ്റ് ടൂള് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ലീനിയർ ഗ്രേഡിയൻറ്റ്, ഒന്ന് റേഡിയൽ ഗ്രേഡിയൻറ്റ്. ഇത് ഗ്രേഡിയൻ്റ് ഇൻ ദ ഫില്ല്, ഇത് ഗ്രേഡിയൻ്റ് ഇൻ ദ സ്ട്രോക്ക്. അപ്പോൾ അത് സ്ട്രോക്കിലും ഫില്ലിലും ഒക്കെ ചെയ്യുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ലീനിയർ ഗ്രേഡിയൻ്റ് ഉപയോഗിച്ച് ഇതിന് എന്താ മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ ഞാൻ വേറൊരു കളർ കൊടുത്താൽ 2 കളർ വരും. ഇതിപ്പം 3D ബോൾ ആണെന്ന് ചോദിച്ചാൽ അല്ല. എങ്ങനെ നമുക്ക് 3D ബോൾ ചെയ്യാം? 3D ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് ടൂളാണ് ഗ്രേഡിയൻറ്റ്, റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ രണ്ടാമത്തെ ടൂളാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് 2 ഹാൻഡിൽ വരും. ഇതിനെ ഹാൻഡിൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ എഡ്ജിലും സെൻറ്ററിലും 2 എഡ്ജും ഒരു സെൻറ്ററുമാണ്. ഈ എഡ്ജ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത്. ഞാനൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് പോലുള്ളൊരെണ്ണം കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം നമ്മൾ ടെക്സ്റ്റിൽ ഏകദേശം ഇതേപോലെയാണെന്ന് തോന്നുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഈ സെൻറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്ലൂ കളർ പോലെ വന്നു. അതിനൊരു ലൈറ്റ് കളർ ഞാൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഹാൻഡിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതനുസരിച്ച് നമുക്ക് എന്താവും, ഒരു ബോൾ ഷേപ്പിൽ പോലെ നമുക്കിങ്ങനെ തോന്നും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു ഷാഡോ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. വീണ്ടും നമ്മൾ ക്രിയേറ്റ് സർക്കിൾ ആൻഡ് എലിപ്സ് എടുക്കുക. താഴെ ഒന്ന് ഡ്രോ ചെയ്ത് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെക്കുക. അതിനുശേഷം ഇതിനൊരു ഡാർക്ക് കളർ പോലെ ഒരു ഷാഡോ മേക്ക് ചെയ്യാനല്ലേ ആക്കിയതിന് ശേഷം നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്പൺ ചെയ്യുക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. അതിൽ ഈ ബ്ലർ കുറച്ച് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറച്ച് കൊടുക്കുക. ഇനി നമ്മൾ ബ്ലർ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി. കണ്ടോ, ഏകദേശം ഒരു ഷാഡോ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിപ്പം മേളിലല്ലയോ, ഈ മേളിലിരിക്കുന്ന സാധനത്തിനെ നമ്മൾ ഈ ബോളിൻ്റെ താഴേക്ക് എങ്ങനെ ആക്കും? പേജ് ഡൗൺ എന്ന് പറയുന്ന കീ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ നംലോക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ പേജ് ഡൗൺ എന്ന് പറഞ്ഞ 3 എന്ന് പറയുന്ന കീ ആണ്, അതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പം അത് അതിനടിയിലേക്ക് പോകും. ജസ്റ്റ് നോക്കുക, ഇപ്പം എൻ്റെ പുറത്തൂടെയാണോ അടിക്കൂടെയാണോ വരുന്നതെന്ന് നോക്കുക. പുറത്തൂടെ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നംലോക്ക് ഓഫ് ചെയ്തിട്ട് പേജ് ഡൗൺ കൊടുക്കുക. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സൂമായി, ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിതൊന്ന് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ
സെലക്ട് അങ്ങനെ പേജ് ഡൗൺ കീ വർക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, അത് കൊടുത്താലും മതി. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ലോവർ ടു ബോട്ടം അത് കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യണം. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതും സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ഇത്രയും കൊടുത്തപ്പം നമുക്കിനി മൂവ് ചെയ്യുമ്പോൾ ഇത് ഒരുമിച്ചായിരിക്കും മൂവ് ആവുന്നത്. ഓക്കെ, നമ്മുടെ ഷാഡോ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് വെക്കണം. അന്ന് അൺഗ്രൂപ്പ് ചെയ്ത് എന്നിട്ട് ഞാൻ ഈ ഷാഡോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചു. അപ്പം അത് അടിയിലാണ് അല്ലേ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിനെയും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആവുന്നത്. ഇപ്പം നമുക്കൊരു 3D ബോൾ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ 3D ബോൾ എങ്ങനെ മേക്ക് ചെയ്യുന്നതെന്നുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനിയും നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഒക്കെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ടൈമിൻ്റെ കുറച്ച് പ്രോബ്ലം കാരണമാണ് നമുക്ക് ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇടാം. അതുപോലെ തന്നെ നല്ലതായാലും ചീത്തയായാലും കമൻറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാഡ് കമൻറ്റ് വന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്താ തെറ്റ് പറ്റിയത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിരുത്താൻ പറ്റുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മോശം അഭിപ്രായം ഉണ്ടെങ്കിലും അതും പറയാം. പിന്നെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, കാരണം ഇവിടെ കുഞ്ഞുങ്ങളുണ്ട് 3 പേര്. അപ്പോൾ അവരുടെ കുറച്ച് വോയിസ് ഒക്കെ ഇതിനകത്ത് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ഞാൻ മിക്ക ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ വോയിസ് വരുന്ന കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊഴിച്ച് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. Please subscribe my channel and like, share. Okay, thank you.